അങ്ങനെയാണെങ്കിൽ ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉള്ള ഒരു സ്ഥാപന മേധാവി ഉണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനം വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. ആദ്യം വേണ്ട മനസ്സിലാക്കലുകളാണ്. സ്റ്റാഫിനെ മനസ്സിലാക്കുക. എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെയും അധ്യാപകേതര ജീവനക്കാരെയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ അവരോട് കാണിക്കുമ്പോൾ മാത്രമേ അവരുടെ ആ കഴിവുകൾ പുറത്തെടുക്കാനൊക്കെ ഉള്ള ഒരു ആർജവം അവർക്ക് കിട്ടുള്ളൂ. അതിനുള്ള സാഹചര്യം കൂടി വേണം. അല്ലാതെ വിഭാഗീയതകൾക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഭാഗീയതകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പരിശ്രമിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഫലപ്രദമായ വിദ്യാലയം എന്ന തീമിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാനിതിനു മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിലുള്ള എല്ലാ ജീവനക്കാരും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ആ സ്ഥാപനം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികളുണ്ട്, ടീച്ചേഴ്സുണ്ട്, കുട്ടികളുടെ രക്ഷിതാക്കളുണ്ട്, പിന്നെ സമൂഹമുണ്ട്. ഇവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേ ഒരു സ്ഥാപനം ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന രൂപത്തിൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ ചില സ്കൂളുകളിലും കോളേജുകളിലൊക്കെ വളരെയധികം മാതൃകമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവാം. അതിലൊരു റിസൾട്ട് കുട്ടിയുടെ പഠന നിലവാരത്തിലും എക്സാം റിസൾട്ടിൻ്റെ പേഴ്സൻറ്റേജിലും കായിക രംഗങ്ങളിലെ കുട്ടിയുടെ മികവിലും മറ്റെല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ വേണ്ടിയും കഴിയും. പക്ഷെ എങ്കിലും ഇതിനൊക്കെ പ്രഭാതമായിട്ട് ചുരുക്കം ചില സ്കൂളുകളും കോളേജുകളും ഒക്കെ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം വിഭാഗീയതകൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ പുറകെ നടന്ന് സമയം ഊർജ്ജം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത കാണാറുണ്ട്. എനിക്കൊരു 48 വർഷത്തെ സേവന പാരമ്പര്യമുണ്ട് ഈ മേഖലയിൽ. അതായത് പ്രൈമറി, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, അത് കഴിഞ്ഞിട്ട് BEd കോളേജുകൾ ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ മൊത്തത്തിൽ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അനുഭവവേദ്യമായ ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ആണ് ഞാൻ പറയുന്നത്. ചില സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം പരിശ്രമിക്കേണ്ടത് ആ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ ലീഡർഷിപ്പിൻ്റെ ഹെഡായിട്ടുള്ള പ്രിൻസിപ്പൽ അല്ലെങ്കിൽ സ്കൂളാണെങ്കിൽ ഹെഡ് മാസ്റ്ററാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉള്ള ഒരു സ്ഥാപന മേധാവി ഉണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനം വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. അവർക്കറിയും ആ ലീഡർഷിപ്പ് കോമ്പിറ്റൻസി എന്ന് പറയുമ്പോൾ അതിന് കുറേ കോമ്പണൻസ് ഉണ്ട്. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയണമെന്ന്, മറ്റുള്ളവരുടെ ഹൃദയവികാരങ്ങളും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആവശ്യങ്ങളും കഴിവുകളും പോരായ്മകളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണെങ്കിൽ പ്രത്യേകിച്ച്. എങ്കിലേ അവരുടെ ഉള്ളിൽ നൈസർഗികമായി കിടക്കുന്ന ആ ഒരു നൈസർഗികമായിട്ടുള്ള വാസനകൾ കഴിവുകളും പുറത്തെടുത്ത് നമ്മളെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ആദ്യം വേണ്ടത് മനസ്സിലാക്കലുകളാണ്. സ്റ്റാഫിനെ മനസ്സിലാക്കുക. എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെയും അധ്യാപകേതര ജീവനക്കാരെയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ അവരോട് കാണിക്കുമ്പോൾ മാത്രമേ ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ആ കഴിവുകൾ പുറത്തെടുക്കാനൊക്കെ ഉള്ള ഒരു ആർജവം അവർക്ക് കിട്ടുള്ളൂ. അതിനുള്ള സാഹചര്യം കൂടി വേണം. അല്ലാതെ വിഭാഗീയതകൾക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഭാഗീയതകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പരിശ്രമിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. ഗവൺമെൻറ് മേഖലയിൽ തന്നെ 33 വർഷം സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ വിവിധ ജില്ലകളിൽ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് സ്കൂളുകളിൽ നമുക്ക് അടുത്തടുത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ അവനവൻ്റെ ജില്ലയിൽ വന്നപ്പോൾ അങ്ങനെ തന്നെ. അപ്പോൾ ഒരുപാട് സ്കൂളുകളിൽ വർക്ക് ചെയ്തു. ഏതാണ്ട് 20-ലധികം സ്കൂളുകൾ വർക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനമായിരിക്കണം നമ്മൾക്ക് ഇനി ഒരു അധ്യാപകരായാലും അല്ലെ ഹെഡ് മാസ്റ്ററായാലും പ്രിൻസിപ്പലായാലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ലീഡർഷിപ്പ് കോമ്പിറ്റൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കോമ്പണൻ്റാണ് എമ്പതി എന്ന് പറയുന്നത്. എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വിഷമങ്ങൾ സ്വന്തം വിഷമമായിട്ട് കാണുവാനും അതിന് പരിഹാരം കാണാനും ആ ലീഡർക്ക് കഴിയണം. അപ്പോൾ സ്ഥാപന മേധാവിക്ക് കഴിയേണ്ടതുണ്ട്. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സോഷ്യൽ സ്കിൽസ് ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഒരു സ്ഥാപന മേധാവി
അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പ്രവർത്തിക്കുമ്പോൾ ആ സ്ഥാപനത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ആ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ യാതൊരു സംശയമില്ല. ഒരു മികച്ച ഉദാഹരണങ്ങൾ എത്രയോ എൻ്റെ ജീവിതത്തിൽ തന്നെയുണ്ട്. ഞാൻ BRCയിൽ ട്രെയിനറായിട്ട് ജോലി ചെയ്യുമ്പോൾ എത്രയോ സ്കൂളുകളിൽ ഞാൻ വിസിറ്റിന് പോയിട്ടുണ്ട്. ഞങ്ങളുടെ ജോലി അതായിരുന്നു, അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുക, പിന്നെ സ്കൂളുകളിൽ പോയിട്ട് എൻ്റെ റിസൾട്ട് വിലയിരുത്തുക എന്നുള്ളതാണ്. HMസിനടക്കം ഇത്ര HMസ് ഞങ്ങൾ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഒക്കെ BRCയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിസിറ്റിന് പോയ സമയത്ത് കിട്ടിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ പോസിറ്റീവായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് BRCയിൽ. അതുപോലെ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ പരിഹരിക്കാൻ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നമ്മൾ നൽകാറുണ്ട്. ഇത്തരത്തിലുള്ള കുറേ അനുഭവങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഫലപ്രദമായ വിദ്യാലയം എന്ന തീമിനെ ബേസ് ചെയ്തുകൊണ്ട് ഇനിയും കുറച്ച് വീഡിയോസ് കൂടി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന ആത്മവിശ്വാസത്തോടെ തൽക്കാലം നിർത്തട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ജയ്